നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 830 830. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം 3-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം പറയാൻ ബാക്കിയുണ്ട്. അന്നത് അബ്രപ്റ്റായിട്ട് നിന്നുപോയി ഇതിൻ്റെ മുമ്പത്തെ ദിവസത്തിൽ. അപ്പോൾ ഞാനൊരു 10 ദിവസം കുറച്ച് ബിസി ആയിപ്പോയിരുന്നു. എൻ്റെ മകനും മരുമകളും വന്ന് അവരിന്നാണ് പോയത്. അപ്പോൾ ബ്രിഡ്ജിങ് ദി ഗ്യാപ്പ്, എവിടെ നിർത്തി അവിടെ കൂട്ടിമുട്ടിക്കണം. അപ്പോൾ ശുഗമുനി അരുളി ചെയ്തു. ഇത് 23-ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ശ്ലോകം എന്തായിരുന്നു? അധൈനമാത്മജം വീക്ഷ്യ മഹാപുരുഷലക്ഷണം ദേവഗീതം ഉപധാവത് കംസാദ്ഭീതാ സുജിസ്മിത. അതിൻ്റെ ഭാവാർത്ഥം പറയണത്, വസുദേവൻ സ്തുതിച്ചതിൻ്റെ ശേഷം കിരീടം, മകരകുണ്ടലം, 4 കൈകൾ മുതലായ ലക്ഷണങ്ങൾ കൊണ്ട് മഹാപുരുഷനായ വിഷ്ണു തൻ്റെ പുത്രനായിട്ട് അവതരിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞ ദേവകീദേവി ഇതുവരെ കംസനിൽ നിന്നുള്ള ഭയത്തോടു കൂടിയവളായിരുന്നുവെങ്കിലും ഇപ്പോൾ ആ ഭയത്തിന് നിവാരണമുണ്ടായി എന്നുള്ള സന്തോഷത്തെ സൂചിപ്പിക്കുന്ന മന്ദഹാസം ചെയ്തുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചു. അപ്പോൾ നാം ഓരോരുത്തരും ദീപത്തിൻ്റെ മുന്നിലുള്ള വിളക്കിൽ അല്ലെങ്കിൽ വിഗ്രഹത്തിൽ, ക്ഷേത്രങ്ങളിലാണെങ്കിലും ദുഃഖിച്ചും കൊണ്ട് പ്രാർത്ഥിക്കരുത്. കാരണം ഈശ്വരൻ അത് ആക്സെപ്റ്റ് ചെയ്യില്ല. ഭഗവാൻ സദാസമയത്തും സുസ്മേരവദനനാണ്. പൂർണ്ണ ശോഭയോട് കൂടിയിട്ട് വിരിഞ്ഞ താമര പോലെയാണ് അദ്ദേഹത്തിൻ്റെ മുഖം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, മനസ്സിലുള്ള വിഷമങ്ങളെ ഒതുക്കി ഈശ്വരനെ സ്തുതിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടു കൂടിയിട്ടായിരിക്കണം. അപ്പോൾ ദേവകി ഉവാച 24-ാമത്തെ ശ്ലോകം. രൂപം യത്തൽ പ്രാഹുരവ്യക്തമാദ്യം ബ്രഹ്മജ്യോതിർനിർഗുണം നിർവികാരം സത്താമാത്രം നിർവിശേഷം നിരീഹം സത്വം സാക്ഷാത് വിഷ്ണുരധ്യാത്മദീപഃ. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാൽ വിഗ്രഹാരാധനയിൽ നമ്മൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പം നമ്മൾക്ക് വിഗ്രഹാരാധനയിൽ താല്പര്യം ഉണ്ടാവുന്നത് അജ്ഞാനം കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റിനൊക്കെ വന്ന് 3 സ്റ്റാർ ഹോട്ടലിലൊക്കെ താമസിച്ച്, അപ്പോൾ അതിൽ ഏജൻറ്റുമാരുണ്ടാവും അതായത് സങ്കേതങ്ങളിൽ. അവർ പറയും, നിങ്ങൾ കാശ് എന്താ വെച്ചാൽ തന്നാൽ മതി, പ്രസാദം റൂമിലെത്തിക്കാം. അതിലൊന്നും നമ്മൾ കുടുങ്ങരുത്. കാരണം അതൊക്കെ തട്ടിപ്പാണ്. പ്രവേശയില്ലേ കൊണ്ടേ തൊഴിക്കാം. വെറുതെ തൊഴിക്കില്ലല്ലോ, കാശ് കൊടുക്കണ്ടേ. കാശ് കൊടുക്കാതെ കൊണ്ടുള്ള ആൾക്കാർ ക്യൂ നിൽക്കണില്ലേ. അപ്പോൾ നമ്മൾക്ക് ആശ്രയദോഷം ഉണ്ടാവില്ലേ. അപ്പോൾ എന്താ ഈ ഒരു ശ്ലോകം നമ്മൾ മനസ്സിലാക്കിയാൽ ആദ്യം അതിൻ്റെ വാക്കാർത്ഥം പറയാം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയപ്പെടുവാൻ കഴിയാത്തതും. നമ്മളിപ്പോൾ ഗുരുവായൂരപ്പനെ ഉച്ചപൂജയുടെ അലങ്കാരമൊക്കെ ചിലവർ റീൽസിൽ പറയുന്നുണ്ട്. എന്താ കാര്യം? അവർക്ക് കാശ് കിട്ടണമെന്നല്ലാണ്ട് അതിൻ്റെ പിന്നാലെ പോകുന്നവർ ഭക്തന്മാരല്ല, അജ്ഞാനികളാണ്. കാരണം ഇവിടെ പറയണു ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയപ്പെടുവാൻ കഴിയാത്തവനാണ് ഈശ്വരൻ. കണ്ണുകൊണ്ട് കാണുന്നതല്ല ഈശ്വരൻ. രൂപം ഇല്ലാത്തവനാണ്, നിരാകാരനാണ്, ആകാരമില്ല. അപ്പോൾ പറയണു ആദികാരണവും വ്യാപകനും സ്വയം പ്രകാശവും
ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിലും ശ്രീലകത്ത് ധാരാളം നെയ്ത്തിരികൾ കത്തിച്ചിട്ടില്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ രൂപം നമുക്ക് മനസ്സിലാവില്ല, അന്ധകാരത്തിലാണ്. സ്വയം പ്രകാശം, ആ സ്വയം പ്രകാശം എവിടെയാണ്? എന്നിലും നിങ്ങളിലുള്ള ആത്മാവാണ് സ്വയം പ്രകാശിക്കുന്നത്. കറുത്തവരാണെങ്കിലും ഇരുനിറക്കാരാണെങ്കിലും വെളുത്തവരാണെങ്കിലും പൊടി വരുമ്പോഴേക്കും കണ്ണ് ചിമ്മണം നമ്മൾ. ആരാ പറഞ്ഞു തരുന്നത്? വെങ്കടാചലപതിയാണോ? ഗുരുവായൂരപ്പനാണോ? ആറ്റുകാലമ്മയാണോ? ശബരിഗിരിവാസനാണോ? പഴനിയാണ്ടവനാണോ? വിഷ്ണുമായയാണോ? അല്ല അല്ല അല്ല. അപ്പം സ്വയം പ്രകാശമുള്ള ചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ട്. അതിനെ അനുസന്ധാനം ചെയ്യാനാണ് ഭഗവാൻ പറഞ്ഞത്. അല്ലാതെ കൊണ്ട് ശംഖചക്രഗദാധരനായിട്ട് ഉള്ള രൂപത്തിനല്ല. അപ്പം സ്വയം പ്രകാശവും പ്രകൃതി കാരണ ഗുണരഹിതനും. പ്രകൃതിക്കാണ് തമോ ഗുണം രജോ ഗുണം സാത്വിക ഗുണം എന്നുള്ളത്, ഈശ്വരനല്ല. ഈശ്വരൻ വികാരങ്ങൾക്ക് മേലെയാണ്, വികാര അതീതനാണ്, അധീനനല്ല. ഇത് മനസ്സിലാക്കണം. ഒരു ബേസ് കിട്ടിയാൽ നമുക്ക് കയറി പോവാം. ഇപ്പം ബേസ് ഉണ്ടാവണില്ല, ഉണ്ടെങ്കിലും അറിഞ്ഞൂന്ന് നടിക്കണില്ല. നമ്മൾ അറിഞ്ഞൂന്ന് നടിക്കുന്നുണ്ട്, ആവശ്യമില്ലാത്തത്. വേണ്ടത് അറിയണില്ല. എനിക്കതിലാണ് വിഷമം. അപ്പോൾ വികാരമില്ലാത്തതും നാശമില്ലാത്തതും സത്താമാത്രം നാം, സത്താമാത്രം എസൻസാണ്. നാശമില്ലാത്തതും ദേവന്മാർ മനുഷ്യൻ എന്ന വിശേഷങ്ങളോട് കൂടാത്തതും. അതാണ് ദേവതാസങ്കല്പം കൊണ്ട് കാര്യമില്ല, ഈശ്വര സങ്കല്പമാണ് വേണ്ടത്. കാരണം വായു, അഗ്നി, വരുണൻ ഇവരൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്, പുറത്തുമുണ്ട്. അവരുടെ ജോലി ചെയ്യുന്നത് ഈ ജഗതീശ്വരനായിരിക്കുന്ന ദേവാദിദേവതനായിരിക്കുന്ന പരമ്പൊരുൾ, പരമമായ പൊരുൾ ആരാ? ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. അതൊന്നും വിടരുത്. അതാണ് നമ്മുടെ മാധ്യമം. അങ്ങനെയായാൽ നമ്മൾക്ക് സമയം ലാഭം, ധനനഷ്ടം വരില്ല, ആക്ഷേപങ്ങളുണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു ക്രിയാരഹിതവുമായ ഭഗവാൻ ഒന്നും നമുക്ക് എടുത്ത് തരുന്നില്ല. എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അവരവർ അധ്വാനിക്കണമാണ്. അതിനാണ് പ്രകാശം, സ്വയം പ്രകാശം ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ പറഞ്ഞു ക്രിയാരഹിതവുമായ ഇന്ന വിധമിരിക്കുന്നുവെന്ന് പറയാൻ കഴിയാത്തതായ ഈശ്വരൻ ഇന്ന രൂപത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല രൂപത്തിലുണ്ട്. അതിനുള്ളൊരു ഉദാഹരണമാണ് 4 അന്ധന്മാർ ആനയെ തപ്പി നോക്കി അഭിപ്രായം പറയുന്ന പോലെ. ആനയുടെ മുൻകൈകൾ കെട്ടിപ്പിടിച്ചിട്ടുള്ള ആൾ പറഞ്ഞു തൂണാണ്, ചെവി മാത്രം തപ്പിപ്പിടിച്ചിട്ട് പറഞ്ഞു മുറാണ്, വയറ് തപ്പിയിട്ട് പറഞ്ഞു പാറയാണ്. ഇതെല്ലാം കൂടി ആകുമ്പോഴാണ് ആനയാവുന്നത്. അപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഹൃദയപത്മത്തിൽ സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചൈതന്യത്തിന് രൂപമില്ല. അച്ഛൻ്റെ രൂപമാണോ അമ്മയ്ക്ക്? അല്ല. അമ്മയുടെ രൂപമാണോ അച്ഛന്? അല്ല. അച്ഛൻ്റെയും അമ്മയുടെയും രൂപമാണോ ഗുരുനാഥന്? അല്ല. അപ്പോൾ മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. അപ്പോൾ പറയണു പരംഗുരു ആരാ എന്ന് ചോദിച്ചാൽ അത് നീ എന്നെ എന്നാണ് പറഞ്ഞത്. നീ എന്ന് പറഞ്ഞ നാം തന്നെ. കാരണം എന്താ? ആ പരംഗുരുവായിരിക്കുന്ന ഭഗവത് ചൈതന്യത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല നമ്മൾക്ക്. അതുകൊണ്ടാണ് മുന്നേ നമ്മുടെ പൂർവികർ പറയും ഗുരുനാഥന്മാരുടെ ഫോട്ടോ വയ്ക്കാൻ പാടില്ല. KG സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ച ആളല്ലല്ലോ +1 പഠിപ്പിക്കുന്നത്. +1 പഠിപ്പിച്ച ആളല്ല ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ പഠിപ്പിക്കുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷന് പഠിപ്പിക്കുന്ന ആൾ, PhDക്ക് പഠിപ്പിക്കുന്ന ആൾ, ഇവരൊക്കെ വ്യത്യാസമുണ്ട്. അവർ പറയുന്നത് കേൾക്കാനും കേട്ട കൂട്ടത്തിൽ പ്രവർത്തിക്കാനും സാധിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പ്രകാശരൂപനായിരിക്കുന്ന ഈശ്വര ചൈതന്യം എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ടായിരിക്കണം. അതില്ലാതെ എങ്ങനെ? അപ്പോൾ ഇവിടെ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുകയാണ് എങ്ങനെ വേണം നമ്മൾ ഈശ്വരനെ അറിയാൻ.
അത് ഈ ശ്ലോകങ്ങൾ ചൊല്ലിപ്പോയത് കൊണ്ടായില്ല. അത് എത്ര വലിയ ആചാര്യൻ്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞാലും സ്വാധ്യായം ചെയ്ത കാര്യങ്ങളിൽ ഒരു തീർപ്പുണ്ടാക്കാൻ വ്യക്തികൾക്കേ സാധിക്കൂ. അതിന് ഈശ്വരാനുഗ്രഹം വേണം. ആ ഈശ്വരാനുഗ്രഹം ഉണ്ടാവുമ്പോഴാണ് വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, ഇന്ന വിധമായിരിക്കുന്നുവെന്ന് പറയാൻ കഴിയാത്തതായ യാതൊരു രൂപത്തെ വേദങ്ങൾ പറയുന്നുവോ. അപ്പോൾ വേദങ്ങൾ പഠിച്ചുകൊള്ളണമെന്നില്ല. വേദങ്ങളിൽ പറഞ്ഞത് തന്നെയാണ് ഉപനിഷത്തുകളിൽ. വേദങ്ങളിലും ഉപനിഷത്തുകളിലും പറഞ്ഞതാണ് ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും. അപ്പം നമ്മുടെ മാതൃഭാഷ എന്താണോ, തമിഴാണെങ്കിൽ തമിഴ്, മലയാളമാണെങ്കിൽ മലയാളം, ആഖ്യാനങ്ങൾ വായിക്കുക, പഠിക്കുക. എന്തിനു വേണ്ടി? സ്വയം രക്ഷപ്പെടുത്താൻ. വേറൊരാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് വിചാരിക്കണ്ട. രക്ഷപ്പെട്ടാൽ അത് ദാറ്റ് ഈസ് എ ഫീദർ ഓൺ അവർ ക്യാപ്പ്. നമ്മുടെ തൊപ്പിയിൽ ഒരു തൂവലായിട്ട് മാറും. അത് വേറെ കാര്യം. ആദ്യം അവരവരെ സംസാര സാഗരം തരണം ചെയ്യണം. എന്നിട്ട് മറ്റുള്ളവരോട് പറയണം, ഞാൻ സംസാര സാഗരം തരണം ചെയ്തത് ഭാഗവതമാകുന്ന തോണിയിലാണ്. അപ്പോഴാണ് മറ്റുള്ളവർക്ക് അതറിയുള്ളൂ. അല്ലാതെ കൊണ്ട് നിങ്ങളെ 10,000 20,000 തന്ന് വഴിപാട് ചെയ്താൽ എല്ലാം ആയി എന്ന് മരമണ്ടന്മാരെ പറയുള്ളൂ. ഞാൻ പറയില്ല. ഇവിടെ അത് പറഞ്ഞിട്ടില്ല. അപ്പം പറഞ്ഞു, വേദങ്ങൾ പറയുന്നവോ ബുദ്ധ്യാദികളെയും പ്രകാശിപ്പിക്കുന്നതായി. നമ്മുടെ ഓരോരുത്തരുടെയും ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാരാ? നമ്മുടെ അന്ധകരണത്തിലിരിക്കുന്ന സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യമാണ് മനസ്സിനെയും ബുദ്ധിയെയും അഹങ്കാരത്തെയും ചിത്തിനെയും ശോഭിപ്പിക്കുന്നത്. അപ്പോൾ ബുദ്ധി സ്വയം വളങ്ങുന്നില്ല. ബുദ്ധി പോക്കറ്റടിക്കാരനാവണോ, ടൈലറാവണോ, സർജനാവണോ, എല്ലാവരുടെയും ബുദ്ധിയുണ്ട്. പക്ഷെ അത് കുബുദ്ധിയാണോ സുബുദ്ധിയാണോ എന്നറിയണം. ഇപ്പോൾ ഡോക്ടർമാരിൽ നല്ലവരുമുണ്ട്, ചീത്തവരുമുണ്ട്. ടാർഗറ്റിന് വേണ്ടിയിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നവരൊക്കെ മോശമാണ്. ടാർഗറ്റ് നോക്കാതെ ഉണ്ട്. രോഗിയുടെ ആരോഗ്യം വീണ്ടെടുക്കുക എന്നുള്ളതായിരിക്കണം ചുമതല. അല്ലാതെ കണ്ട് ഈ ഹെൽത്ത് പോളിസി എടുക്കുന്ന ആൾക്കാരുണ്ട്. ഓരോ മാസം 30 ഓരോ വർഷവും 30,000-35,000 രൂപയൊക്കെ അടച്ചുകൊണ്ടിരിക്കും അസുഖം വന്നാൽ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അസുഖം വരുന്ന എന്തിനാ ആലോചിക്കണത്? ഈശ്വരൻ എന്നെ അസുഖക്കാരനാക്കില്ല എന്നൊരു തീരുമാനമെടുക്കാൻ സാധിച്ചാൽ രക്ഷപ്പെട്ടില്ലേ? അപ്പം പറഞ്ഞു വന്നത്, വേദങ്ങൾ പറയുന്നവോ ബുദ്ധ്യാദികളെയും പ്രകാശിപ്പിക്കുന്നതായും ആവരണരഹിതമായും. ഭഗവാന് യാതൊരു ആവരണമില്ല. കാരണം എന്താ? അതിൻ്റെ ആവശ്യമില്ല. മിസ്റ്റ്, മഞ്ഞ എന്നർത്ഥം. അതിനൊരു രൂപമുണ്ടോ? മിസ്റ്റ് ഇല്ല. ഈതർ എന്നും പറയും. കോടമഞ്ഞ്, രൂപമില്ല. നമുക്കതിനെ നമ്മുടെ മേല് മുറിയാക്കാണ്ട് നമുക്ക് നടന്നു പോകും. അത് വഴിമാറി തരും. അപ്പോൾ രൂപമില്ലാത്തവർക്ക് തുടക്കത്തിലൊരു രൂപം വേണം. അതിനാണ് ശംഖചക്ര കഥാപത്മത്തോടു കൂടിയിരിക്കുന്നവൻ, മകരകുണ്ടലങ്ങൾ ധരിച്ചവൻ, കസ്തൂപം ധരിച്ചിരിക്കുന്നവൻ, വനമാല ധരിച്ചിരിക്കുന്നവൻ, 1000 കോടി സൂര്യ സമപ്രഭയോടുകൂടിയിരിക്കുന്ന കിരീടമുള്ളവൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ എന്തായി? ആവരണരഹിതമായും ഇരിക്കുന്ന ആ വിഷ്ണു നിന്തുരുവടിയാകുന്നു. ശ്രീകൃഷ്ണനെ നോക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പേരിട്ടിട്ടില്ല അവിടെ ആ സമയത്ത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ശ്ലോകം പോയി 14 മിനിറ്റുമായി. എനിക്ക് അതിൽ സങ്കടമില്ല. കാരണം നിങ്ങൾ എത്ര ആൾ മനസ്സിലാക്കിയെന്നല്ല, ഞാൻ എത്രത്തോളം മനസ്സിലാക്കി. അതാണല്ലോ സത്യം. ഞാൻ എത്രത്തോളം മനസ്സിലാക്കി. ഇത് 31ാമത്തെ കൊല്ലാണ് എൻ്റെ ആധ്യാത്മിക ജീവിതം. 95-ലാണ് ഞാൻ ശിഷ്യപ്പെട്ടത്. ഇതിപ്പോൾ 26, 5 31. അപ്പോൾ ഈ 31 പോലും ഞാൻ പഠിക്കുകയാണ്. ഞാൻ പഠിപ്പിക്കണില്ല ആരെയും. ഞാൻ പഠിക്കുകയാണ്. ഞാൻ പഠിച്ചത് പറയണു. നിങ്ങൾ ചിലവർ കേൾക്കണു. താല്പര്യമുള്ളവർ
അത് അതിൻ്റെ ബേസിക് മനസ്സിലാക്കി സന്തോഷിക്കണു. അതൊക്കെ നിങ്ങൾ ചേർന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഭാവാർത്ഥം എന്താ നോക്കാം. ദേവകി സ്തുതിച്ചു, നിന്തിരുവടിയിൽ ഭയശങ്ക തന്നെയില്ല. ഇത് നമ്മൾക്കുള്ള ആദേശമാണ്. ഈശ്വരനോട് നമ്മൾക്ക് ഭയശങ്ക ഉണ്ടാവണ്ട, ഭയമല്ല വേണ്ടത്. കാരണം ഭഗവാൻ ആരാ? പ്രേമസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, അറിവ് ഘനീഭവിച്ചതാണ്, സ്നേഹം ഘനീഭവിച്ചതാണ്, ആപൽബാന്ധവനാണ്, ആശ്രിത വത്സലനാണ്. അപ്പം ആശ്രിത വത്സലൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ ഭഗവാൻ നമ്മളെ പരിരക്ഷിക്കുള്ളൂ. അപ്പോൾ ഭഗവാനെ എങ്ങനെ ആശ്രയിക്കണം എന്നുള്ളത് ഭാഗവതം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നടക്കണം, ഇല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ ഭയശങ്ക തന്നെയില്ല എന്നാണ് ആദ്യമായി പറയുന്നത്. ദേഹം, ഇന്ദ്രിയം, ബുദ്ധി മുതലായവയെ പ്രകാശിപ്പിച്ചും കൊണ്ട്, ദേഹത്തെയും ദേഹത്തിലുള്ള ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെയും പ്രകാശിപ്പിച്ചും കൊണ്ട് അന്യപ്രകാശത്തിൻ്റെ അപേക്ഷ കൂടാതെ വേറൊരു പ്രകാശം നമുക്ക് ആവശ്യമില്ല. നമ്മൾ ആഹാരം കഴിക്കണോ? ഇരുട്ടത്ത് നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട്. ചെറിയ മെഴുകുതിരിയുടെ വെളിച്ചത്തിലും ഫോക്കസ് ലൈറ്റിലും ഇരുന്ന് ആഹാരം കഴിക്കാം. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിക്കും, ഇല്ലേ? അപ്പോൾ വേറെ അതേമാതിരി നമ്മൾ ശ്വസിക്കണു, ചിന്തിക്കണു, മലമൂത്ര വിസർജനം ചെയ്യണു, വേറൊരു വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല. നേരെ മറിച്ച് സ്വയം പ്രകാശസ്വരൂപനായിരിക്കുന്ന ഈശ്വര ചൈതന്യം ഒരു വ്യക്തിയിൽ ഇല്ലാതെ കണ്ടായാൽ അയാൾക്ക് ആഹരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും കാണാൻ പറ്റുമോ? കേൾക്കാൻ പറ്റുമോ? മലമൂത്ര വിസർജനം ചെയ്യാൻ പറ്റുമോ? ദേഷ്യപ്പെടാൻ പറ്റുമോ? ചിരിക്കാൻ പറ്റുമോ? കരയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പം നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹവും ഫോട്ടോ ഒന്നും ഈ പറഞ്ഞതൊന്നുമില്ല, സ്വയം പ്രകാശിക്കുന്നതല്ല. നമ്മൾക്ക് പ്രകാശമുള്ളത് കൊണ്ട് വിഗ്രഹത്തിന് നമ്മൾ അറിയണം. ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആപത് ശങ്കകൾ തന്നെ വിട്ടുമാറും. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിപ്പെൻഡ് ചെയ്യണവർ നമ്മൾക്ക് ആശ്രിതന്മാരാവുമെന്ന് വിചാരിക്കണതും തെറ്റാണ്. കാരണം എന്താ? അവർ ആരെയും ഡിപ്പെൻഡ് ചെയ്യണത്? ഓരോ വ്യക്തികളും അവരവരിൽ സ്വപ്രകാശമുള്ള ജീവചൈതന്യം ഉള്ളത് കൊണ്ടല്ലേ പ്രതികരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, അന്യപ്രകാശത്തിൻ്റെ അപേക്ഷ കൂടാതെ സ്വയമേവ പ്രകാശിപ്പിച്ചും എല്ലാറ്റിനും ആദികാരണമായും ഏതു കാലത്തും നാശമില്ലാത്തതായും വികാരമില്ലാത്തതായും. ഇപ്പം നമ്മളെ ഒരാൾ ശുനകപുത്ര എന്നുള്ള നായിൻ്റെ മോനെ നടത്തും. ഞാൻ പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ വികാരം കൊണ്ട് നമ്മൾ അവനെ ഒന്ന് തല്ലി വിചാരിക്കുക. അവൻ നമ്മളെക്കാളും പ്രബലനാണെങ്കിൽ അവൻ മിണ്ടാണ്ടിരിക്കുമോ? അവൻ വെച്ച് കീറും നമ്മളെ. അപ്പോൾ ശുനകപുത്ര എന്ന് വിളിച്ചാൽ നമ്മുടെ മേലെ കോരിത്തെരിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ മനസ്സ് പൊട്ടിത്തെറിക്കേണ്ട ആവശ്യമില്ല. ഒരാൾ സുന്ദരനാണ്, അല്ലെങ്കിൽ ധനവാനാണ്, നിങ്ങൾ മുതലാളിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരാൾ മുതലാളിയാവുമോ? ഇല്ല. പിന്നെന്താ? അപ്പോൾ സ്ഥിതപ്രജ്ഞ എന്നുള്ളൊരു മാനദണ്ഡം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മുടെ ബുദ്ധിയുടെ വിശേഷത്തിൽ നമ്മൾ ആരാണെന്ന് നമ്മൾക്ക് സ്വയം അറിയണം. അപ്പോഴാണ് നുണ പറഞ്ഞാൽ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ആ നുണേനെ നേരാക്കാൻ വേണ്ടി പിന്നെ നുണ പറയും നമ്മൾ. അപ്പോൾ ആരാണ് സത്യത്തിൽ ജീവിക്കുന്നത് അവരൊക്കെ വിജയിക്കും എല്ലാ കാര്യത്തിലും. ഭാഗവതം പറയുന്നതിൽ ഈ സത്യം പറയണം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആനന്ദം അനുഭവിക്കുന്നത്. ഇത് കാശുണ്ടാക്കാനുള്ളൊരു വഴിയല്ല, പിന്നെ എന്തിനുള്ള വഴിയാണ്? സ്വയം സമാധാനിക്കാനും സന്തോഷിക്കാനും ആനന്ദിക്കാനും ഉള്ള വകുപ്പ് ഇതിലുണ്ട്. അതറിഞ്ഞാൽ എല്ലാവരും ഇതിലേക്ക് അട്രാക്റ്റ് ആവും. അപ്പോൾ നമ്മൾക്കൊരു ഉത്തരവാദിത്വം ഉണ്ട്.
ആസിറ്റീസ്, ഭാഗവതം ആസിറ്റീസ് എന്താണെന്നുള്ളത് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അപ്പോൾ പറഞ്ഞു പിന്നെ പ്രകൃതി കാര്യങ്ങളായ ഗുണങ്ങളിൽ നിന്ന് അതിക്രമിച്ചതായും ക്രിയാരഹിതമായും സർവത്ര വ്യാപിച്ചതായും ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തതായും ജാതി, ഗുണം, ക്രിയ, അവയവം എന്നീ വിശേഷങ്ങൾ ഇല്ലാത്തതുമായിരിക്കുന്ന, വളരെ ശ്രദ്ധിക്കണം, അവിടെ പറയുണ്ടായി ജാതി, ഗുണം, ക്രിയ, അവയവം എന്നീ വിശേഷങ്ങൾ ഇല്ലാത്തവനാണ് ഈശ്വരൻ. അപ്പം എങ്ങനെയാണ് എന്നെ തുടരുന്നത്, ഞാൻ തന്ത്രിയാണ് എന്ന് എങ്ങനെയാണ് പറയാം? ദബറുടെ താല്പര്യം മനസ്സിലാവുണ്ടോ? നമ്പൂതിരിപ്പാട്, ഭട്ടതിരിപ്പാട്, ഇങ്ങനെ പല പല വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മളുണ്ടാക്കിയിട്ടുള്ളതാണ്. എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്നുള്ളതാണ് സത്യം, എല്ലാവരിലും. അപ്പോൾ എന്നീ വിശേഷങ്ങൾ ഇല്ലാത്തതുമായിരിക്കുന്ന യാതൊരു വസ്തുവിനെ കുറിച്ച് വേദങ്ങൾ പ്രതിപാദിക്കുന്നുവോ ആ പരമാനന്ദ സ്വരൂപനായ സാക്ഷാൽ മഹാവിഷ്ണു നിന്തുരുവടി തന്നെ. അപ്പോൾ ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്, വേറെ ആരെയും ആനന്ദ സ്വരൂപൻ എന്ന് പറയണില്ല. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആള് ഈശ്വരനായിരിക്കണം. ഈശ്വരീയ അജക്റ്റീവ്സ് ഉണ്ടോ? ഈശ്വരനെ വിശേഷിപ്പിക്കുന്ന വാക്കുകളുണ്ടോ? സർവവ്യാപിയാണോ? സർവജ്ഞനാണോ? നിരാകാരനാണോ? എന്നൊക്കെ നമുക്കറിയാം, ചോദിക്കണം. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന അങ്ങക്ക് ആരിൽ നിന്ന് എന്തു ഭയമാണ് ഉണ്ടാവാനുള്ളത് എന്ന് സാരം. കംസനെ ഭയന്നിട്ടാണ് അല്ലേ ഗോകുലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ കിടത്തണം എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ദേവകി ദേവി പറയാണ് അങ്ങക്ക് ആരെയും ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ലോകമര്യാദ അനുസരിച്ച് കംസൻ ചെയ്ത പുണ്യങ്ങൾ ഇല്ലാതെ കണ്ടാവുമ്പോൾ മാത്രമേ കംസനെ വധിക്കാൻ പറ്റുള്ളൂ. അപ്പം അതുവരെ സുരക്ഷിതമായിട്ട് ഈ കൃഷ്ണനെ നോക്കണം 11 വയസ്സ് വരെ. അതിനാണ് അവിടെ കൊണ്ടാക്കാൻ പറഞ്ഞത്. ഇതൊക്കെയാണ് ബുദ്ധിപൂർവ്വം നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കണം. കഴിഞ്ഞോ? ഇല്ല, അത്രയ്ക്ക് തന്നെ വലുതായിട്ട് ഇനിയൊരു പാരഗ്രാഫ് കൂടി പറയുന്നുണ്ട്. മുകളിൽ പറഞ്ഞ വിശേഷണങ്ങളുടെ ആവശ്യം അവ്യക്തമാവാൻ കാരണം ആദി കാരണമായതുകൊണ്ട് തന്നെ. കാരണം എവർ എക്സിസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ആർക്കും അറിയില്ല, ബാക്കിയുള്ളതിനൊക്കെ കഥയുണ്ട്. അപ്പോൾ ഭഗവാൻ ഈ ചൈതന്യം അനാദികാലം മുതൽക്ക്, ഫ്രം ദി ബിഗിനിങ് എന്ന് പറയരുത്, എവർ ലാസ്റ്റിംഗ്, എപ്പോഴാണെന്ന് അറിയില്ല നമുക്ക്. കാരണം ആദി കാരണമായതുകൊണ്ട് തന്നെ നൈയായിക മതത്തിൽ പരമാണുക്കളെ ആദി കാരണമായി പറയുന്നുണ്ട്. അപ്പോൾ പരമാണുക്കളെ കണ്ടുപിടിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ എന്തുണ്ട്? ചൈതന്യമുണ്ട്. അതുകൊണ്ട് പരമാണു തന്നെയോ ഈ വസ്തു അല്ല, സർവത്ര നിറഞ്ഞിരിക്കുന്ന മഹത്തായ വസ്തുവാണ്. പക്ഷെ രൂപമില്ല. ജ്യോതിസാണ്, ഒരു പ്രകാശ തേജോ പുഞ്ചം, തേജസ്സാണ്, ചേതനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ചൂട്. അപ്പോൾ ആ ചേതന ശരീരത്തിൽ നിന്ന് വിട്ടിറങ്ങിയാൽ തണുത്തു, ഉറച്ചു. അതുവരെയാണ് കയ്യും കാലൊക്കെ മടങ്ങുള്ളൂ. ചേതന പോയാൽ പിന്നെ കയ്യും കാലൊന്നും മടങ്ങില്ല. അതിനാണ് മരിച്ച ഉടനെ കൈ മാറത്ത് വെച്ച് കൂട്ടിക്കെട്ടും, 2 കാലിൻ്റെയും തള്ളവരിൽ കൂട്ടിക്കെട്ടും. അല്ലെങ്കിൽ എടുക്കാൻ പറ്റില്ല, കാല് അകന്നകന്നകന്നകന്നിങ്ങനെ പോവും. കൈ മേപ്പോട്ടോ കീപ്പോട്ടോ സൈഡിലേക്കോ പോവും. അപ്പോൾ കട്ടിലയുടെ ഉള്ളിൽ കൂടെ ശവം കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ അപഗ്രന്ഥിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം, ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ. അങ്ങനെ വരുമ്പോൾ പറയണു സർവത്ര നിറഞ്ഞിരിക്കുന്ന മഹത്തായ വസ്തുവാണ്, എന്നാൽ പ്രധാനമോ അല്ല, ജ്യോതിസാണ്, ചേതനമാണ്. എന്നാൽ വൈശേഷികന്മാർ പറയുന്ന ജ്ഞാനം എന്ന ഗുണമുള്ളതോ വെറുതെ ചൈതന്യം ഉണ്ടായാൽ മതിയോ? ചേതന ഉണ്ടായാൽ മതിയോ? തേജസ് ഉണ്ടായാൽ മതിയോ? പോരാ.
ജ്ഞാനം വേണം. അല്ല, നിർഗുണമാണ്. എന്നാൽ മീമാംസകന്മാർ പറയുന്നത് പോലെ ജ്ഞാനമായിട്ട് പരിണമിക്കുന്നതോ അല്ല, പരിണാമമില്ല അവിടെ. നമ്മുടെ അറിവ്, അതാണ് ഈ അറിവ് ക്ലാവ് പിടിക്കാതെ കണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് പറയാൻ കാരണം എന്താ? ഒരു തിരിയിൽ നിന്ന് 1000 തിരികൾ കത്തിക്കാൻ പറ്റും. നേരെ മറിച്ച് ഇലക്ട്രിസിറ്റി ഒരു സ്വിച്ച് ഇട്ടാൽ ഒരു ബൾബേ കത്തുള്ളൂ, അല്ലെങ്കിൽ സീരിയൽ ബൾബ് മാത്രമേ കത്തുള്ളൂ. അപ്പോൾ സീരിയൽ കണക്ഷൻ കൊടുത്തതിൽ ഒന്ന് ഫീസായി വിചാരിക്കുക, അത് മാറ്റാതെ കണ്ട് കറണ്ട് പിന്നെ അങ്ങോട്ട് പാസ് ചെയ്യില്ല. നേരെ കുറച്ച് ചെരാതിലുള്ള തിരി കെട്ടാൽ അതിനെ കത്തിക്കാൻ സാധിക്കും. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള തേജസ് കെടുന്നില്ല. കെട്ടാൽ നമുക്കതിനെ ഉത്തേജിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അത് സ്വയം വിഡ്രോ ചെയ്യാണ്, ശരീരത്തിൽ നിന്ന് ഒഴിവാവാണ്. അപ്പോൾ പറയണു, എന്നാൽ കാരണമായതുകൊണ്ട് ക്രിയകൾ ചെയ്യുന്നതോ അല്ല, നിരീഹം, ക്രിയാരഹിതമാണ്. ചൈതന്യം ക്രിയ ചെയ്യണില്ല. ചൈതന്യം ഓരോ വ്യക്തിയും ചെയ്യുന്ന കർമ്മഫലങ്ങൾ അനുസരിച്ച് ചേതന നമ്മളെ ഉത്തേജിപ്പിക്കുന്നു എന്ന് മാത്രം. പരമശമുണ്ടാവും. അപ്പോൾ സന്നിധി മാത്രത്താൽ, അതായത് ഈ ശരീരത്തിൽ ചൈതന്യത്തിൻ്റെ സന്നിധാനമുള്ളതിനാൽ സന്നിധി മാത്രം കാരണമായിരിക്കുന്നതും സ്വയം നിഷ്കാരണവുമാണെന്ന് സാരം. ഒരു കാരണവുമില്ല. എങ്ങനെയാണ് ഈ ജീവനം വന്നത് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ ഇങ്ങനെയുള്ള ഒരു വസ്തു ഉണ്ടെന്ന് ആര് കണ്ടു? ഈ ചൈതന്യത്തിനെ ആർക്കും കാണാൻ പറ്റില്ല, അനുഭവിക്കാനേ പറ്റുള്ളൂ. എന്നിലാണെങ്കിലും ശരി, നിങ്ങളിലാണെങ്കിലും ശരി. ഇപ്പം ചിലവർ വിവാഹം കഴിഞ്ഞിട്ട് 60-60 വർഷമൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ആ 60 വർഷം ഭർത്താവ് ഭാര്യയുടെയോ ചേതനയെ കണ്ടിട്ടില്ല, ചൂടനുഭവിച്ചിട്ടുണ്ടാവും. പരമശയോ. എന്നാൽ ഇങ്ങനെയുള്ളൊരു വസ്തു ഉണ്ടെന്ന് ആര് കണ്ടു? എങ്ങനെ കണ്ടു? ശുദ്ധശൂന്യമാണ് ഈ വസ്തു. ഈ വസ്തു എന്താണ്? ശുദ്ധശൂന്യം ഇല്ല, ഉണ്ടേനും. അതാണ് ശുദ്ധം എന്ന് പറയാൻ കാരണം. എന്ന് പറയാമോ? പറഞ്ഞുകൂടാ. എന്തുകൊണ്ട്? ബുദ്ധ്യാദികളായ ആന്തരവസ്തുക്കളെ പ്രകാശിപ്പിച്ചും കൊണ്ട് നമ്മുടെ ബുദ്ധിനെ ഒരു എക്സ്റ്റേണൽ ഏജൻസിക്ക് നേരാക്കാൻ സാധിക്കില്ല. സ്വയം തീരുമാനം എടുത്താൽ മാത്രമേ അത് നടക്കുള്ളൂ. എല്ലാവർക്കും അനുഭവ വേദ്യമായിരിക്കുന്നത് കൊണ്ട് ആർക്കും അപ്രത്യക്ഷമല്ല, പ്രത്യക്ഷമാണ് അനുഭവത്തിൽ. ഈശ്വരനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിലുള്ള ഈശ്വരനെ പറ്റിയിട്ടാണ് പറഞ്ഞത്, ക്ഷേത്രത്തിലുള്ള ഈശ്വരനെ പറ്റിയിട്ടല്ല പറഞ്ഞത്. എല്ലാവർക്കും പ്രത്യക്ഷമാണ്. ഇങ്ങനെ ഇരിക്കുന്ന നിന്തുരുവടിക്ക് ഭയശങ്ക തന്നെ ഇല്ലെന്ന് സാരം. അപ്പം അതിനൊരു പ്രമാണം പറയണു. അവ്യക്തോ അയം അചിന്യോ അയം അവികാര്യോ അയം ഉച്ചതേ. എന്താണ് എന്നുള്ള ഭഗവത് വാക്യത്തിൻ്റെ സാരമായ ആത്മാവിൻ്റെ സ്വരൂപലക്ഷണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഭാഗവതം ഇത് ഒരു 100-120 മൈൽ സ്പീഡിൽ വായിച്ചു പോയാൽ ഇത് മനസ്സിലാവുമോ? ഈ വായിക്കുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇല്ല. ആചാര്യന്മാർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദക്ഷിണഗ്രാഹികളായിട്ട് മാറുമോ? ഇല്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അവിടെ നിർത്താം, ഒരൊറ്റ ശ്ലോകം മതി. ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥവും ഗതിവിഗതികളും സാമാന്യം മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി രക്ഷപ്പെട്ടു. അവന് ഒരു പരാജയം ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. പരാജയം ഉണ്ടാവാൻ കാരണം എന്താ? ഉദ്യമം ഇലക്ട്രിഫയിങ് ആവണില്ല. ഇത് ഇലക്ട്രിഫയിങ് ആവണം. ഇതിനെ ഞാൻ സ്വാംശീകരിച്ച് ഇരിക്കും എന്നൊരു പ്രതിജ്ഞ നമ്മൾ കൊണ്ട് ചെയ്യാൻ സാധിക്കണം. അതിന് ഏത് സാഹചര്യത്തിലും ഞാൻ ഈ പഠനം നിർത്തില്ല എന്നൊരു എന്താ പറയുക താല്പര്യം ഉണ്ടായിരിക്കണം. അപ്പോൾ
ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്നും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോഭവന്തുമായിരിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.